1201 ആണ്ട് മേടമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. 14/4/2026 മുതൽ 14/5/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ്. ഇടവക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണി നക്ഷത്രവും മകീര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും കൂടി ചേർന്നതാണ് ഇടവക്കൂറ്. അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിചാരിച്ചിരിക്കാത്ത പല കാര്യങ്ങളും നടക്കാം. അതായത് ഇപ്പം കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ നടക്കുകയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു മുന്നറിയിപ്പില്ലാണ്ട് നടന്നു കിട്ടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അധികം പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ, അത് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും. അത് എല്ലാം നടന്നു കിട്ടാനോ അത് നേടിക്കിട്ടാനോ ഉള്ള തടസ്സങ്ങൾ ഉണ്ടാകാം. അത് കണ്ടുപിടിച്ച് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് അത് ലഭ്യമാകാൻ സാധിക്കും. കാരണം അങ്ങനെയാണ് ആ ഒരു ഇത് വന്നിരിക്കുന്നത്. ഏതിനും ഒരു തടസ്സം വരേണ്ട ഒരു സാധ്യതയുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുകയാണ് നടക്കില്ല എന്നുള്ള കാര്യങ്ങൾ നടക്കുകയും നടക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില ഇടവക്കൂറുകാരിൽ നല്ല യോഗമുള്ള സമയത്ത് ജനിച്ചവരാണെങ്കിൽ, അതായത് ഇപ്പോൾ ജനപ്രതിനിധിയാകാനോ മന്ത്രിയാകാനോ ഒക്കെ ഉള്ള യോഗം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇത്തവണ ജയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇലക്ഷനിൽ നിന്നാൽ അത് കഴിഞ്ഞ മീനമാസത്തെ ജ്യോതിഷ ഫലങ്ങളിൽ ഞാൻ ഇലക്ഷനെ ജയിക്കാനുള്ള യോഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അധികാര സ്ഥാനങ്ങൾ ലഭിക്കാനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ധനലാഭം പ്രതീക്ഷിക്കാം. ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പുതിയ കർമ്മങ്ങൾ എന്നുവെച്ചാൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഉള്ള സാധ്യത കാണുന്നുണ്ട്. അത് വിജയിക്കാൻ സാധിക്കും. പ്രതാപവും ഐശ്വര്യങ്ങളും ഉണ്ടാകും. വിവാദങ്ങളിൽ ജയം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു തീർത്ഥാടനം നടത്തുവാനും സാധിച്ചേക്കാം. സൽക്കർമ്മങ്ങൾക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയം. ദാനാദി കർമ്മങ്ങൾ, പൂജകൾ എല്ലാത്തിനും ഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭ്യമാകാം. മോശമായ കൂട്ടുകെട്ടുകൾ മൂലം പല ദുരിതങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഭൂമി, കൈവശമുള്ള ഭൂമി നഷ്ടമാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. പല രീതിയിൽ നഷ്ടം വരാം. ഒരു വസ്തുവിന് അഡ്വാൻസ് കൊടുത്തിട്ട് സമയത്തിന് വാങ്ങാൻ പറ്റാത്ത രീതിയിൽ വേണമെങ്കിൽ ആ പൈസ നഷ്ടപ്പെടാം, ഭൂമി നഷ്ടപ്പെടാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള സ്വത്ത് നഷ്ടപ്പെടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ അടുത്ത് ഈ ഇടവക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. 10 വയസ്സുവരെ ഉള്ളവർക്ക് ശാരീരികമായ സുഖം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് ബാല്യകാലം ആണെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ ലഭ്യമാകാം. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ ലഭ്യമാകുന്നതിനുള്ള ഒരു സാധ്യത സമ്മാനമായിട്ടൊക്കെ ലഭിക്കാം. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു സർജറി നടക്കേണ്ട ഒരു സാഹചര്യം വരാം. ചില ദുർനടപടികൾ നിമിത്തം ചില കേസുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഈ സമയത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ കൂട്ടുകെട്ടൊക്കെ മോശമായി അങ്ങനെയൊക്കെ വല്ല ദുർനടപടികൾക്ക് പോകും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് പരാതി, കോടതി കേസുകളൊക്കെ വരാം. അത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ആപത്തുകൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ധനനാശം കാണുന്നുണ്ട്. ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെടാം. നിങ്ങളെ വളരെയധികം സഹായിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഒരു മരണം അവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവർ വേറെ വളരെ വിദൂരത്തേക്ക് എങ്ങോട്ടെങ്കിലും പോയാലും മതിയാവും. അതുപോലെ ചില പ്രയാസങ്ങൾ വരാം. ഒരിക്കലും മദ്യത്തിനും മയക്കുമരുന്നിനും അങ്ങനെയുള്ള ഒരു ലഹരി സാധനങ്ങൾക്ക് ഒരിക്കലും അടിമയാകരുത്. ആയിക്കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ നഷ്ടമായതെല്ലാം വീണ്ടെടുക്കേണ്ട ഒരു സമയമാണ്. നേരത്തെ കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടായല്ലോ, അതെല്ലാം വീണ്ടെടുക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് ധനവും ഐശ്വര്യങ്ങളും ധാരാളമായി ലഭിക്കാം. അതുപോലെ ആത്മീയതയിലേക്ക് തിരിയുന്നത് മൂലം മനസ്സിനൊരു ശാന്തി ലഭിക്കാം. തൊഴിലിലെ തടസ്സങ്ങളും മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഏതുകൊണ്ടും നല്ല രീതിയിൽ ധനം സമ്പാദിക്കേണ്ട ഒരു സമയമാണ്. ധനപരമായ ഒരു അച്ചടക്കം കൂടി പാലിച്ചാൽ നല്ലൊരു തുക നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ അപവാദം കേൾക്കാം. നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിനെ കുറിച്ച് ആൾക്കാർ വേണ്ടാധീനങ്ങൾ പറഞ്ഞു വരുത്താം. നിങ്ങളുടെ അസൂയുള്ള ആൾക്കാരോ ശത്രുക്കളോ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച്
ഓരോ ഇതൊക്കെ പറഞ്ഞു വരുത്താം, വേണ്ടാധീനങ്ങൾ പറഞ്ഞു വരുത്താം. അതുപോലെ തന്നെ ഈ ഇണയുടെ വേർപെടൽ, അതായത് അവർ വളരെ വിദൂര സ്ഥലത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒറ്റപ്പെടൽ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ അന്യനാട്ടിലേക്ക് മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത ഈ സമയത്തേക്ക് കാണുന്നുണ്ട്. 71 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ വയറിൽ ഇണങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് ശീലിക്കുക, അല്ലെങ്കിൽ ഈ സമയത്തേക്ക് വയറിന് ഭയങ്കരമായ പ്രശ്നങ്ങൾ വരേണ്ട ഒരു സാധ്യതയെ കാണുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. അടുത്ത രോഹിണി നക്ഷത്രക്കാർക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 8 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിൽ ഒരു സർജറി നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കുമല്ല, ചിലർക്ക്. അതുപോലെ ആസ്മ, ശ്വാസമുട്ടൽ പോലുള്ള അസുഖങ്ങൾ, അലർജി, കഫക്കെട്ട് മൂലമുള്ള ശല്യങ്ങളെല്ലാം വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ബന്ധുക്കൾക്കും ഉറ്റ ബന്ധുക്കൾക്ക്, അതായത് അച്ഛനമ്മമാർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ചെറിയ അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ഈ സമയം ഒരു ദൂരയാത്ര ചെയ്യുന്നതിനും ചില രോഹിണി നക്ഷത്രക്കാർക്ക് സാധ്യത കാണുന്നുണ്ട്. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്ക്, കഷ്ടപ്പാടുകൾക്ക്, കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതും അങ്ങനെയൊക്കെ ഉള്ള അതെല്ലാത്തിനും ഒരു പരിഹാരമായി അവർക്ക് വളരെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ്. വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് ചെയ്യാത്ത കാര്യങ്ങൾക്ക് ചില പരാതികൾ, അതായത് അവരെക്കുറിച്ച് പോലീസ് പരാതി, കോടതി നടപടികളൊക്കെ ഉണ്ടായെന്ന് വന്നേക്കാം. എങ്കിലും അത് നിങ്ങൾ തെറ്റുകാരനല്ലെന്ന് കണ്ട് വിട്ടയക്കാം. അതിൽ നിങ്ങൾ നിരുപാധികം നിങ്ങളെ കോടതി വിട്ടയക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കുമല്ല, ചില രോഹിണി നക്ഷത്രക്കാർക്കാണ്. അതുപോലെ തന്നെ മിത്രങ്ങളും ശത്രുക്കളാകുന്ന ഒരു അവസ്ഥ വരാം. കൂടി നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെ പല രീതിയിലും ചതിക്കാം. അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഭാഗ്യം നിങ്ങളുടെ കൂടി ആയതിനാൽ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലം അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാരമായി പല നല്ല ഗുണഫലങ്ങളും, ധാരാളം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണിത്. അടുത്ത് മകയിരം നക്ഷത്രക്കാർക്കുള്ളതാണ്. 18 വയസ്സ് വരെയുള്ള മകയിരം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലും ഉറ്റ ബന്ധുവോ നിങ്ങളെ ഏതിനും എല്ലാ കാര്യത്തിനും നിങ്ങളെ ഓടി വന്ന് സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ബന്ധുവിൻ്റെ ഒരു മരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു നാട്ടിൽ നിന്ന് അന്യനാട്ടിലേക്ക് നിങ്ങൾ മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അച്ഛനമ്മമാർ സഹിതം വേറെ നാട്ടിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം, പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉയർന്ന വിദ്യാഭ്യാസം ഇതിൽ ചില മകയിര നക്ഷത്രക്കാർക്ക് ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അവർക്ക് അതനുസരിച്ചുള്ള നല്ല തൊഴിലും എല്ലാം കിട്ടുന്നു. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. അതുപോലെ തന്നെ നല്ല മിത്രങ്ങളെയും അവർക്ക് ലഭിക്കുന്നു. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കേണ്ട ഒരു സമയമാണിത്. നിങ്ങളെക്കുറിച്ച് വേണ്ടാധീനങ്ങൾ ആൾക്കാർ പറഞ്ഞു വരുത്തുകയും അതുവഴി നിങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാകുകയും ചെയ്തേക്കാം. പക്ഷേ എങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് അത് കാര്യമായി ബാധിക്കുന്നൊന്നുമില്ല. അതുപോലെ ഈ അപവാദം കേട്ടിട്ട് ആരും സഹായിക്കാനില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥ വരാം. നിങ്ങളുടെ ഈ വിഷമം കണ്ടിട്ട് സഹായിക്കാനില്ലാത്തൊരു അവസ്ഥ വരാം എന്നുള്ളൊരു ചിന്ത വരാം. അതൊക്കെ വെറുതെ ഉള്ള ചിന്തകളാണ്, അങ്ങനെയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ ഈ സമയത്ത് നിങ്ങൾ ഈ ജനിച്ച നാട്ടിൽ നിന്ന് അന്യ നാട്ടിലേക്ക് താമസം മാറുന്നതിനൊരു യോഗവും കൂടി കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന മനസ്സമാധാനം കിട്ടുന്ന ഒരു നല്ലൊരു സമയമാണ് ഈ കാലഘട്ടങ്ങൾ. ബുദ്ധി നേർവഴിക്ക് വരാം. നേരെ ചിന്തിച്ച് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും. ശരീര സുഖവും മാനസിക സുഖങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ചൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാണ്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അസുഖങ്ങൾ ക്രമേണ തലപൊക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അവർക്ക് കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിക്കുന്നതിനാൽ അതൊന്നും ഒരു പ്രശ്നമാകുന്നില്ല. ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന മേടമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ